ഹായ് നന്ദു. ഹായ് അച്ഛ. മോൻ എത്തിയോ? ദാ ചായ. അച്ഛ, എന്താ ഈ വിഴിഞ്ഞ സ്വപ്ന പദ്ധതി? അത് വിശദമായി പറയാനുള്ളതാ. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാൻ? ക്ലാസ്സിൽ ഇന്ന് ഇതായിരുന്നു ചർച്ച. വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പ്രൊജക്ട് തയ്യാറാക്കാൻ ടീച്ചർ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ചെറുപ്പകാലത്തെ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ വിഴിഞ്ഞം പദ്ധതി. എന്നുവെച്ചാ നിങ്ങളിപ്പോ വയസ്സനായെന്നാണോ? ഓ, പിടികിട്ടി. ഞാൻ വയസ്സനെന്ന് വെച്ചാ ഒപ്പം നീയും ആകുമല്ലോ. അയ്യോ അച്ഛ, തമാശകളാ. തിങ്കളാഴ്ച എനിക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഓ ശരി മോനെ, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ അവധിയല്ലേ, നമുക്ക് വിഴിഞ്ഞത്ത് നേരിട്ട് പോവാം. എന്നിട്ടാകാം പ്രോജക്റ്റ് തയ്യാറാക്കാൻ. ഞാനും ഒപ്പം കൂടാം. ഓക്കെ അച്ഛ. ഇതാണ് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം. ഇതിനും തെക്ക് പടിഞ്ഞാറായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശം വരുന്നത്. അവിടേക്ക് നമ്മൾ പോയില്ലേ അച്ഛ? തീർച്ചയായും. വിഴിഞ്ഞം പുരാതന കാലത്തെ തുറമുഖ നഗരമായിരുന്നു. 1000 രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. കച്ചവടത്തിനെത്തിയിരുന്ന അറബികളുടെയും റോമാക്കാരുടെയും പായ്ക്കപ്പലുകളും പത്തേമാരികളും തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. പഴയകാല തുറമുഖത്തിന്റെ വല്ല അവശിഷ്ടങ്ങളും ഇപ്പൊ ഉണ്ട് അച്ഛ? പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹാർബർ റോഡിലെ കൽക്കോട്ട, കപ്പലടുപ്പിച്ചിരുന്ന കപ്പൽച്ചാൽ, വെടിമരുന്നുശാലയായ മരുന്നുകോട്ട, കോട്ടപ്പുറം തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇന്നുമുണ്ട്. ഇനി നമുക്ക് പദ്ധതി പ്രദേശമായ മുല്ലൂർ കടപ്പുറത്തേക്ക് പോകാം. ഇതാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശം. ഹായ്, എന്തു ഭംഗി! വരുംകാല ഇന്ത്യയുടെ മദർ പോർട്ടായി ഇത് മാറും. എന്നുവെച്ചാൽ രാജ്യാന്തര കപ്പൽച്ചാൽ ഇവിടെ വളരെ അടുത്താണ്. ആഴം ഏറെ ഉള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെ ഇവിടെ അടുക്കാനാകും. അതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. അല്ല, ആർക്കും ഊണൊന്നും വേണ്ടേ? ഇതുവരെ ഇത് തീർന്നില്ലേ? എന്റെ ഈശ്വര, കണ്ടാത്തൊന്നും വിഴിഞ്ഞം പദ്ധതി ഇവിടെയാണ് വരുന്നതെന്ന്. അമ്മയൊന്ന് പോകുന്നുണ്ടോ? ഞങ്ങളിതൊന്ന് തീർത്തോട്ടെ. അതേടി, നമ്മുടെ ഓരോരുത്തരുടെയും ചിരകാല മോഹമാണിത്. അതാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ദേവേ, പ്രോജക്റ്റ് റെഡി. എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. അമ്മേ, അമ്മേ! വരുന്നടാ. വിചാരിച്ച പോലല്ലോ, നന്നായിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല, ഈ നാടിന്റെ സ്വപ്നമാണിത്. ഇവൻ ഉൾപ്പെടുന്ന നാളത്തെ തലമുറകളാകും ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇത് കാണിച്ച് നാളെ ക്ലാസ്സിലൊന്ന് ഷൈൻ ചെയ്യണം. എന്റെ നാട്, നമ്മുടെ സ്വപ്നം.